നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം നഗരസഭയിലെ ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതന്റെ സത്യപ്രതിജ്ഞയാണ്. ഈ ചരിത്രത്തിലെ ഒരു സുപ്രധാന ഏട് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ അസാധാരണമായൊരു സംഭവമെന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള സത്യപ്രതിജ്ഞ, ജയിലിനുള്ളിൽ സത്യപ്രതിജ്ഞ നടക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ജയിലിനുള്ളിൽ ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അനുവാദം കൊടുത്തിരുന്നു. കാപ്പ കേസിൽപ്പെട്ട് വിയൂർ സെൻട്രൽ ജയിലിലാണ് ആർ. സുഗതൻ ഉള്ളത്. ദൈവങ്ങളുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് അസാധുവാക്കിയതിന് പിന്നാലെയാണ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. 19ഓളം കൗൺസിലർമാർ നേരത്തെ വീണ്ടും കോടതി നിർദ്ദേശപ്രകാരം സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. പക്ഷേ ഇനി അവശേഷിക്കുന്നത് സുഗതൻ മാത്രമാണ്. അതായത് ഹൈക്കോടതി അനുവദിച്ച ആ സമയത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്തില്ല എങ്കിൽ അയോഗ്യനാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യത്തിന് വേണ്ടിയുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു ആർ. സുഗതൻ. പക്ഷേ കോടതി കനിഞ്ഞതോടെ ഇത്തരത്തിൽ ജയിലിനുള്ളിൽ വെച്ച് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരു അവസരം ഒരുങ്ങിയിരിക്കുകയാണ്. എന്തായാലും LDFും അതുപോലെ തന്നെ UDFും ഒക്കെ ഈ വിഷയത്തിൽ പ്രതികരിച്ച് കഴിഞ്ഞ ദിവസം രംഗത്തെത്തി. LDF പാർലമെന്ററി പാർട്ടി ലീഡർ SP ദീപക് പ്രതികരിച്ചിരിക്കുന്ന ഈ വിഷയത്തിൽ സുഗതന്റെ സത്യപ്രതിജ്ഞ ജയിലിൽ ചെയ്യുന്നത് നഗരവാസികൾക്ക് അപമാനമാണെന്ന് കോർപ്പറേഷൻ LDF പാർലമെന്ററി പാർട്ടി ലീഡർ SP ദീപക് പറഞ്ഞു. കേരള ചരിത്രത്തിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്തതാണ് ഇത്തരം ഒരു സത്യപ്രതിജ്ഞ. രാഷ്ട്രീയ കേസുകളിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടവർ അവിടെ കഴിഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്രിമിനൽ കേസുകളിൽ പ്രതിയായതിനാൽ നാട്ടിൽ നിർത്താൻ കൊള്ളരുതാത്ത വ്യക്തിയെന്ന് കണ്ടെത്തി മറ്റൊരു ജില്ലയിലെ ജയിലിൽ അടയ്ക്കപ്പെട്ടയാളാണ് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതെന്നും ഇതിലൂടെ വാഴോട്ടുകോണം വാർഡിലെ ജനങ്ങളെ മാത്രമല്ല നഗരവാസികളെ ആകെ മേയറും BJP നേതൃത്വവും പരിഹസിക്കുകയാണെന്നും ദീപക് ആരോപിച്ചു. കാപ്പ കേസിലെ പ്രതിയെ കൗൺസിൽ അംഗമാക്കാൻ കാണിക്കുന്ന ആവേശം മഴക്കാല പൂർവ്വ ശുചീകരണത്തിലോ മാലിന്യ നീക്കത്തിലോ പകർച്ചവ്യാധി നിയന്ത്രണത്തിലോ ശുദ്ധജലക്ഷാമം പരിഹരിക്കുന്നതിലോ മേയർക്കില്ല എന്നും ദീപക് കുറ്റപ്പെടുത്തുകയുണ്ടായി. ശബരിനാഥ് പ്രതികരിച്ചിരുന്നു. UDF കൗൺസിലർ. അദ്ദേഹത്തിന്റെ പ്രതികരണം ഫേസ്ബുക്കിലൂടെയായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: സുഗതന്റെ നാടുകടത്തലും പിന്നൊരു കാലുകുത്തലും. വാഴോട്ടുകോണം കൗൺസിലർ സുഗതന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് വിയൂർ ജയിലിൽ നടത്തണമെന്ന കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു. സുഗതനെതിരെയുള്ള കാപ്പ കേസ് ബഹുമാനപ്പെട്ട കോടതി വളരെ പ്രാധാന്യത്തോടെ കാണുന്നു എന്നതാണ് ഈ ഉത്തരവിന്റെ പൊരുൾ. പക്ഷേ ഒരു ജനപ്രതിനിധി, അത് ആരായാലും ഏത് സാഹചര്യമായാലും സത്യപ്രതിജ്ഞ ചെയ്യണമെന്നുള്ളത് ജനങ്ങളുടെ അവകാശമായതുകൊണ്ട് മാത്രമാണ് ബഹുമാനപ്പെട്ട കോടതി സുഗതന് ഇന്ന് അനുമതി നൽകിയത്. ഇല്ലെങ്കിൽ വിധി മറ്റൊന്നാകുമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഒന്നുകൂടി പറയട്ടെ, സുഗതന്റെ അയോഗ്യതയുമായി ഈ കേസിന് ബന്ധമില്ല. അത് വരും ദിവസങ്ങളിൽ കൗൺസിൽ കൂടുമ്പോൾ നിയമപരമായി തന്നെ ചർച്ച ചെയ്യും. എന്തായാലും BJP ഭരിക്കുന്ന കോർപ്പറേഷനിലെ ഒരു അംഗത്തിന് സ്വന്തം കോർപ്പറേഷനിലോ സ്വന്തം നാട്ടിലോ കാലുകുത്താൻ കഴിയാതെ 288 കിലോമീറ്റർ ദൂരെ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരുന്നത് തിരുവനന്തപുരത്തിന് നാണക്കേടാണ്, ഭരണസമിതിക്ക് അപമാനമാണ് എന്നായിരുന്നു ശബരിനാഥ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇന്നാണ് സുഗതന്റെ സത്യപ്രതിജ്ഞ. ജയിലിലായിരിക്കും, വിയൂർ ജയിലിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. ചടങ്ങ് രാവിലെ 11-ന് ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിലാണ് നടക്കുക. ജയിലിലെ സത്യപ്രതിജ്ഞ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ്. ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നത് കോടതിയുടെ കടമയാണെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിലൊരു തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുന്നേ ജനാധിപത്യത്തിൽ ജനകീയ കൽപ്പന മാനിക്കപ്പെടണമെന്നാണ് ഹൈക്കോടതിയുടെ നിലപാട്. അസാധാരണ സാഹചര്യങ്ങളിൽ അസാധാരണ തീരുമാനം കോടതിക്ക് എടുക്കാനുള്ള അധികാരമുണ്ട്. ജനവിധി മാനിക്കാനാണ് അത്തരം അസാധാരണ തീരുമാനമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഹൈക്കോടതി. കേരളത്തിൽ അപൂർവ സംഭവത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ജനപ്രതിനിധി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പരിമിതമായി അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകരെ കയറ്റും. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ഉത്തരവിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം വാർഡ് 20 കൗൺസിലറാണ് സുഗതൻ. നിലവിൽ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിൽ കഴിയുകയാണ്. മുനിസിപ്പാലിറ്റി ആക്ടിലെ സെക്ഷൻ 143 പ്രകാരം തിരുവനന്തപുരം നഗരസഭ മേയർക്ക് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് 2026 ജൂലൈ 14-ന് തന്നെ ഹാജരാക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകണം എന്നായിരുന്നു സുഗതന്റെ ആവശ്യം. പക്ഷേ കാപ്പ തടവുകാരനായതിനാൽ ഹർജിക്കാരനെ പുറത്തുവിടാൻ കഴിയില്ല എന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത്. ജനാധിപത്യ സംവിധാനത്തിൽ ജനവിധിയെ മാനിക്കേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജയിലിനുള്ളിൽ വെച്ച് ചടങ്ങ് നടത്താൻ അസാധാരണ ഉത്തരവ് പുറപ്പെടുവിച്ചത്. കേവലം സാങ്കേതിക നടപടിക്രമങ്ങളുടെ പേരിൽ ജനവിധി ഇല്ലാതാക്കരുതെന്നും തർക്കത്തിലുള്ള സത്യപ്രതിജ്ഞയുടെ പേരിൽ ജനാധിപത്യത്തിന്റെ സ്പന്ദനം തകരുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഉയർത്തിപ്പിടിക്കുക എന്നത് കോടതിയുടെ കടമയാണെന്നും കോടതി നിരീക്ഷിച്ചു.
ജനാധിപത്യപരമായ നടപടിക്രമങ്ങൾ കർശനമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക മാത്രമാണ് ഉദ്ദേശം. എന്നാൽ ഒരു നടപടിക്രമത്തിലെ വീഴ്ച കാരണം ജനവിധിയെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. അസാധാരണമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ജനാധിപത്യ തത്വങ്ങളും ജനവിധിയും സംരക്ഷിക്കുന്നതിനായി കോടതിക്ക് അസാധാരണമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സുഗതനെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തത് തിരഞ്ഞെടുപ്പിന് മുമ്പല്ലേ എന്നും നാമനിർദ്ദേശ പത്രികയിൽ ഇത് വെളിപ്പെടുത്തിയിരുന്നില്ലേ എന്നും ആരാഞ്ഞ കോടതി തിരഞ്ഞെടുപ്പിൽ വിജയിച്ച സാഹചര്യത്തിൽ ജനവിധി മാനിക്കപ്പെടണമെന്നും വ്യക്തമാക്കുകയായിരുന്നു. ദൈവങ്ങളുടെയും ബലിദാനികളുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനെ തുടർന്ന് BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ നേരത്തെ ഹൈക്കോടതി റദ്ദാക്കുകയും നിയമപ്രകാരം സത്യപ്രതിജ്ഞ ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ജയിലിലുള്ള സുഗതൻ ഒഴികെ മറ്റുള്ളവർ ഇപ്രകാരം സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. തുടർന്നാണ് സുഗതൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ചട്ടവിരുദ്ധമായി പല ദൈവങ്ങളുടെ പേരിൽ പ്രതിജ്ഞ ചെയ്തതിന് ഹൈക്കോടതി സത്യപ്രതിജ്ഞ അസാധുവാക്കിയവരിൽ ഒരാളാണ് വാർഡ് 20-ലെ കൗൺസിലറായ സുഗതൻ. ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് നിലപാടെന്നും സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ കോർപ്പറേഷനിൽ ഭരണം നഷ്ടപ്പെടുമോ എന്നും കോടതി സർക്കാരിനോട് ചോദിച്ചിരുന്നു. സുഗതനെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണെന്ന കാര്യം അംഗീകരിക്കണമെന്നും തിരഞ്ഞെടുപ്പിന് മുൻപേ ഉൾപ്പെട്ട കേസുകളിലല്ലേ സുഗതനെതിരെ കാപ്പ ചുമത്തിയതെന്നും സർക്കാരിനോട് കോടതി ചോദിച്ചു. കോടതി നിർദ്ദേശിച്ചാൽ സൗകര്യം ഒരുക്കാമെന്നായിരുന്നു സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. ഈ വിഷയത്തിൽ അതായത് സുഗതൻ ഇപ്പോൾ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് പിന്നിൽ സർക്കാരിന്റെ ഒരു നിലപാട് കൂടി ഏറ്റവും നിർണായകമായിരുന്നു. കാപ്പ പ്രതിക്ക് ഭരണഘടനാപരമായി ഒരു അവകാശവും ഇല്ലെന്നും സർക്കാർ അറിയിച്ചിരുന്നു. എന്തായാലും DGPയുടെ നിലപാട്, സർക്കാരിന്റെ നിലപാടൊക്കെ ഈ വിഷയത്തിൽ സുഗതന് അനുകൂലമായി മാറി എന്നതും ഏറ്റവും നിർണായകമായി. അതുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ജയിലിൽ ചെയ്യാനുള്ള അവസരം ഒരുങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം DGP ഇത്തരത്തിൽ കാപ്പ ചുമത്തിയിട്ടുണ്ട്. മറ്റ് തരത്തിലുള്ള അവകാശങ്ങളില്ല എന്നൊരു വാദം മുന്നോട്ട് വെച്ചുവെങ്കിലും എന്തെങ്കിലും തടസ്സമുണ്ടോ, നിങ്ങൾക്ക് വിയോജിപ്പുണ്ടോ എന്നൊരു ചോദ്യമായിരുന്നു കോടതി ചോദിച്ചത്. അതിന് ഇല്ല, ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ യാതൊരു വിയോജിപ്പും ഇല്ല എന്ന് അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് കോടതി ഇത്തരത്തിലൊരു സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് അസാധാരണമായൊരു നടപടിയാണ്. ജയിലിനുള്ളിൽ വെച്ചൊരു കൗൺസിലർ ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നത്. എന്തായാലും സുഗതന്റെ സത്യപ്രതിജ്ഞ മണിക്കൂറുകൾക്കകം നടക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.